ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഡെയിലി എപ്പിസോഡ് കാണുക, കാരണം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആകുമ്പോൾ നിങ്ങൾക്കത് ദിവസം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കേട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. ടൗണിൽ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ വെൻ ഐ വെൻറ്റ് ടു ടൗൺ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ വെൻ ഐ വെൻറ്റ് ടു ടൗൺ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ വെൻ ഐ വെൻറ്റ് ടു ടൗൺ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ മറന്നു. വെന്നിൽ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ മറന്നു എന്നെങ്ങനെ പറയാം? ഐ ഫോർഗോട്ട് ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ വെൻ ഐ വെൻറ്റ് ടു ടൗൺ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ മറന്നു. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്. അതെങ്ങനെ പറയാം? ടുഡേ ഐ പെയ്ഡ് മൈ ഇലക്ട്രിസിറ്റി ബിൽ ത്രൂ ഗൂഗിൾ പേ. ഇന്ന് ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്. ടുഡേ ഐ പെയ്ഡ് മൈ ഇലക്ട്രിസിറ്റി ബിൽ ത്രൂ ഗൂഗിൾ പേ. ഇന്ന് ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്. ടുഡേ ഐ പെയ്ഡ് മൈ ഇലക്ട്രിസിറ്റി ബിൽ ത്രൂ ഗൂഗിൾ പേ. ഇന്ന് ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്. വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടില്ലെന്ന്. I remembered yesterday evening that I had not paid the electricity bill. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടില്ലെന്ന്. I remembered yesterday evening that I had not paid the electricity bill. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടില്ലെന്ന്. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടില്ലെന്ന്. അതെങ്ങനെ പറയാം? ഐ റിമെമ്പേർഡ് യെസ്റ്റർഡേ ഈവനിങ് ദാറ്റ് ഐ ഹാഡ് നോട്ട് പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ലെന്ന്. ഐ റിമെമ്പേർഡ് യെസ്റ്റർഡേ ഈവനിങ് ദാറ്റ് ഐ ഹാഡ് നോട്ട് പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടില്ലെന്ന്. ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനുള്ള അവസാന തീയതി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയിങ് ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നാണ് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനുള്ള അവസാന തീയതി. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയിങ് ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നാണ് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനുള്ള അവസാന തീയതി. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയിങ് ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നാണ് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനുള്ള അവസാന തീയതി. വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ? അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഐ കുഡ് ഗോ ടു ടൗൺ ആൻഡ് പേ. ആദ്യം ഞാൻ വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഐ കുഡ് ഗോ ടു ടൗൺ ആൻഡ് പേ. ആദ്യം ഞാൻ വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഐ കുഡ് ഗോ ടു ടൗൺ ആൻഡ് പേ. ആദ്യം ഞാൻ വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. ഞാൻ വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഐ കുഡ് ഗോ ടു ടൗൺ ആൻഡ് പേ. ആദ്യം ഞാൻ വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഐ കുഡ് ഗോ ടു ടൗൺ ആൻഡ് പേ. ആദ്യം ഞാൻ വിചാരിച്ചത് ടൗണിൽ പോയി അടയ്ക്കാം എന്നായിരുന്നു. ഏത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. ഐ പെയ്ഡ് ഗൂഗിൾ പേ ബിക്കോസ് ഇറ്റ് വാസ് ലേറ്റ്.
സമയം വൈകിയത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. വീട് പണി നടക്കുന്ന കാരണം പണിക്കാർ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? There were workers because the house was being built. വീട് പണി നടക്കുന്ന കാരണം പണിക്കാർ ഉണ്ടായിരുന്നു. There were workers because the house was being built. വീട് പണി നടക്കുന്ന കാരണം പണിക്കാർ ഉണ്ടായിരുന്നു. There were workers because the house was being built. വീട് പണി നടക്കുന്നത് കാരണം പണിക്കാർ ഉണ്ടായിരുന്നു. There were workers because the house was being built. വീട് പണി കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല എന്നിങ്ങനെ പറയാം. I did not feel like going out today because of the rain. ഇന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല. I did not feel like going out today because of the rain. ഇന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല. മഴ കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല എന്നെങ്ങനെ പറയാം? I did not feel like going out today because of the rain. ഇന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല. I did not feel like going out today because of the rain. ഇന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല. I did not feel like going out today because of the rain. ഇന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല. കൊല്ലം മുമ്പ് വരെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. Until last year I was praying for rain. കഴിഞ്ഞ കൊല്ലം മുമ്പ് വരെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. Until last year I was praying for rain. കഴിഞ്ഞ കൊല്ലം മുമ്പ് വരെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. Until last year I was praying for rain. കഴിഞ്ഞ കൊല്ലം മുമ്പ് വരെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ മഴ നിൽക്കുന്നുമില്ല. The rain won't stop now. ഇപ്പോഴാണെങ്കിൽ മഴ നിൽക്കുന്നുമില്ല. The rain won't stop now. ഇപ്പോഴാണെങ്കിൽ മഴ നിൽക്കുന്നുമില്ല. The rain won't stop now. ഇപ്പോഴാണെങ്കിൽ മഴ നിൽക്കുന്നുമില്ല. വൈകിയത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. I paid Google Pay because it was late. സമയം വൈകിയത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. I paid Google Pay because it was late. സമയം വൈകിയത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. I paid Google Pay because it was late. സമയം വൈകിയത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.